എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടമാകുന്നതിൽ അവർ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലോർത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പോയാലായ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണത്. നിങ്ങളെപ്പോഴും ജീവിതത്തിൽ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളുടെ പിന്തുണ ജീവിതത്തിൽ എപ്പോഴും ആർജിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങൾക്കൊപ്പം നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയുമാണ്. പക്ഷേ പലപ്പോഴും തീരുമാനം എടുക്കുന്നതിൽ ആ വ്യക്തിക്ക് ചില പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. കൃത്യമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന പരാജയം പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലും ബാധിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആ വ്യക്തിയുടെ പരാജയങ്ങൾ പലപ്പോഴും ദൃശ്യവുമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളുണ്ട്. ആ വ്യക്തിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. നിങ്ങളെ നഷ്ടമാകുന്നതിനെക്കുറിച്ച് പലപ്പോഴും ആ വ്യക്തി ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാകുമെന്ന് തോന്നുമ്പോൾ അഗാധമായ ദുഃഖത്തിലേക്ക് ആ വ്യക്തി ആണ്ടുപോകാറുണ്ട്. നിങ്ങളെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ ചിന്താഗതി അനുസരിച്ച് എപ്പോഴും നിങ്ങൾ കൂടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എത്രയോ സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ നിങ്ങളും ആ വ്യക്തിയും കടന്നു പോയിട്ടുണ്ട്. എത്ര പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് ഒരുമിച്ച്. പലപ്പോഴും തകർന്ന മനസ്സുമായി മുന്നോട്ട് പോയ അവസ്ഥ പോലും ഉണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും എന്ന സങ്കടം പോലും ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ ഒരു ജീവിതം നിങ്ങളും ആ വ്യക്തിയും ജീവിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് സമയമുണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ ബാധ്യതകളും ആ വ്യക്തിയുടെ ദുഃഖങ്ങളും ആ വ്യക്തിയുടെ സംഘർഷങ്ങളുടെ ഇടയിൽ മനസ്സ് തുറന്ന് നിങ്ങളൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തങ്ങളെ വലിയ ചിന്തയിൽ കണ്ടൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളൊഴിച്ചുള്ള പല ആൾക്കാരും, പല വ്യക്തികളും ആ വ്യക്തിയെ ജീവിതത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. നിഷ്കരണം കൈവെടിയുകയാണ് ചെയ്തത്. ആ വ്യക്തിക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയെ എന്നും ചേർത്ത് പിടിച്ച് ജീവിച്ചു പോകുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. പലപ്പോഴും നിങ്ങളുമായിട്ട് വഴക്കടിച്ച് പിരിഞ്ഞു കഴിയുമ്പോൾ ആ നഷ്ടം ആ വ്യക്തി പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തീർന്നപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്നും ഞാനിങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സംശയങ്ങളും ചിന്തകളും ആ വ്യക്തിയുടെ മനസ്സിലുടനീളം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അറിയാവുന്ന ഒരു മനസ്സാണ്. നിങ്ങൾ ഇനിയും ആ വ്യക്തിയുടെ സ്നേഹം കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം പകർന്നു നൽകിയത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും. അങ്ങനെ ആ വ്യക്തിക്കും നിങ്ങൾക്കും തമ്മിലുള്ള കടപ്പാട് വളരെ വലുതാണ്. രണ്ടുപേരും പ്രധാനപ്പെട്ടതായൊരു സാഹചര്യമാണുള്ളത്. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ജീവിതം നിങ്ങൾക്ക് വളരെ സമ്മാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. വളരെയധികം നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി സമ്മാനമായി തന്നാണ്. അങ്ങനെ ഒരു സമ്മാനം
ഈശ്വരൻ മറ്റാർക്കും നൽകിയിട്ടുമില്ല. പക്ഷെ പലപ്പോഴും ജീവിതത്തിൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും പരസ്പരം അകന്നു പോയൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പരസ്പരം വെറുത്തുപോയ സാഹചര്യമുണ്ട്. പരസ്പരം ദുഃഖങ്ങൾ സമ്മാനിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖവും ഉണ്ടായി, ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അതിജീവനങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തു. പക്ഷെ പരസ്പരം പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കിയിട്ടും അവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിച്ച് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ എത്തിയപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു. അത് ചെറിയ ചെറിയ വാശിയായി പകർന്നുപോയി, അത് പടർന്നുപോയി. അങ്ങനെ പരസ്പരം സ്നേഹിച്ചിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായിരുന്നെങ്കിലും ചുറ്റുമുള്ള ചില ആളുകൾ അതിനെ ഊതി വീർപ്പിക്കാൻ ശ്രമിച്ചു, അതിനെ വലുതാക്കാൻ ശ്രമിച്ചു. അത് നിങ്ങളിലും ആ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയ നിങ്ങൾക്ക് ചില ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയുമായിരുന്നതല്ല. ചില പ്രതിസന്ധികൾ ഒട്ടും സഹിക്കാൻ പറ്റാത്തതൊക്കെ ആയിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അവയുണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരാൾ മറ്റൊരാളെ എപ്പോഴും സംരക്ഷിച്ചിരുന്നു. തെറ്റിദ്ധാരണകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. നിങ്ങൾ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും മുതൽക്കൂട്ടാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കേണ്ട, ആ വ്യക്തി എന്തൊക്കെ വാക്കാലോ പ്രവർത്തിയാലോ നിങ്ങളോട് പറഞ്ഞാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിണങ്ങിപ്പോകാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ അകന്നു മാറാൻ കഴിയില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ അഗാധമായ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സ്നേഹമുണ്ട്. ഒരിക്കലും മാറിപ്പോകാൻ കഴിയില്ല. ഒരിക്കലും പരസ്പരം തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ പരസ്പരം തള്ളിക്കളയാനോ മാറിപ്പോകാനോ കഴിയാത്ത പരസ്പര സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങളെന്നും ഉണ്ടാവും. ആ വ്യക്തി ഒരുപാട് ദുഃഖിക്കും. കാരണം ആ വ്യക്തിയുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചമായി വന്നത് നിങ്ങളാണ്. ആ തിളക്കം ഇന്നും മാഞ്ഞിട്ടില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ. നിങ്ങൾ മാഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോകുമ്പോൾ ആ തിളക്കം അന്ധകാരമായിട്ട് മാറുമെന്നുള്ളത് കൃത്യമായിട്ട് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ജീവിത അവസാനം വരെ സ്നേഹിക്കുകയും നിങ്ങളെ അകലുന്നത് നഷ്ടമായിട്ട് കണക്കാക്കുകയും ദുഃഖിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.